ബിസിനസ് ഹെഡ്ലൈൻസ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ആത്മവിശ്വാസത്തോടെ തുടക്കം. ബെഞ്ച്മാർക്ക് സൂചികകളിൽ വൻ നേട്ടം. സെൻസെക്സ് 500 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 22,000 കടന്നു. ആഗോള വിപണികളിലും ഉണർവ്. ക്രൂഡ് പെട്രോളിയത്തിന്റെ വിൻഫോൾ ഗെയിൻസ് ടാക്സ് പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി 3,200 രൂപയിൽ നിന്ന് 3,300 രൂപയായി വർദ്ധിപ്പിച്ചു. ഡീസലിന്റെ നികുതി 1.5 രൂപയായും ഉയർത്തി. UAE-യുമായി സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ രംഗത്തുൾപ്പെടെ സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് വ്യാപാര ഇടനാഴിക്കായി യോജിച്ചു പ്രവർത്തിക്കാനും തീരുമാനം. ആമസോണിന്റെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ വൻ വർധന. കഴിഞ്ഞ സാമ്പത്തിക വർഷം $8 ബില്യൺ മറികടന്നു. അടുത്ത വർഷത്തോടെ $20 ബില്യൺ കയറ്റുമതി നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്ന് ആമസോൺ. UPI NPI ബന്ധത്തിനായി നേപ്പാൾ രാഷ്ട്ര ബാങ്കുമായി കരാർ ഒപ്പുവെച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പദ്ധതിയുടെ ഔപചാരികമായ ലോഞ്ച് പിന്നീട് നടക്കും. ഇരു ബാങ്കുകൾ തമ്മിലുള്ള സഹകരണം രാജ്യങ്ങളുടെ സാമ്പത്തിക ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. മികച്ച ആഗോള വിപണി സൂചികകൾക്കൊപ്പം തന്നെ ഇന്ത്യൻ ഓഹരി വിപണിയും നേട്ടത്തോടെയാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. US റീറ്റെയിൽ വിൽപ്പന ഡേറ്റ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഇടിഞ്ഞതിനാൽ തന്നെ US സ്റ്റോക്കുകൾ ഇന്നലെ ഉയർന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത്. ഫെഡറൽ റിസർവ് വരും മാസങ്ങളിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ തുടങ്ങുമെന്നൊരു പ്രതീക്ഷയിലാണ് നിക്ഷേപകർ. ആ ഉണർവ് ഇന്നത്തെ ഇന്ത്യൻ ഓഹരി വിപണിയിലും പ്രകടമാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 22,000 കടന്നിരിക്കുകയാണ്. ഇനി നിലവിലുള്ള പോയിന്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നിലവിൽ 72 പോയിന്റ് ഉയർന്ന് 21,981 പോയിന്റിലാണ് വ്യാപാരം നിലവിൽ നടക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ പോയത് 22,024 പോയിന്റ് വരെയാണ് നിഫ്റ്റി 50യിൽ ഇന്ന് വ്യാപാരം നടത്തിയത്. അതിന് ഇന്നത്തെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് തന്നെ 21,981 കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ചൊക്കെ തന്നെ ഇന്ന് വലിയൊരു ആത്മവിശ്വാസത്തിലാണ് വിപണി എന്ന് പറയാം. നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികളൊക്കെ തന്നെ പോസിറ്റീവിലാണ്. നിഫ്റ്റി ബാങ്കിൽ 139 പോയിന്റ് ഉണർവിൽ 46,358 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. പബ്ലിക് സെക്ടർ ബാങ്കുകളിലൊക്കെ തന്നെ വലിയൊരു പിന്തുണ ഓഹരി വിപണിയിൽ നൽകുന്നുണ്ടെന്ന് തന്നെ പറയാം. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വരികയാണെങ്കിലും അവിടെയും 28 പോയിന്റ് ഉണർവിൽ 20,444 പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ അവിടെയും വലിയൊരു ആത്മവിശ്വാസം പ്രകടമാണ്. 204 പോയിന്റ് ഉണർവിൽ 72,255 വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തുടർച്ചയായി അങ്ങനെയാണെങ്കിൽ ഇന്ന് തുടർച്ചയായി 4ാമത്തെ ദിവസമാണ് ഓഹരി വിപണിയിൽ ഇത്ര ഒരു മികച്ച പിന്തുണ ബാങ്കിംഗ് സെക്ടറുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. ഇന്നലെ ചെറിയ രീതിയിൽ പ്രൈവറ്റ് ബാങ്കിംഗ് സെക്ടറിൽ നിന്നൊക്കെ ഒരു വിൽപ്പന സമ്മർദ്ദം നേരിട്ടെങ്കിലും അതൊക്കെ തന്നെയും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഒക്കെ മറികടന്നിരുന്നു. അങ്ങനെ വലിയൊരു ആത്മവിശ്വാസത്തോടെയാണ് വിപണി ഇന്ന് നിലവിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ്. ഗുഡ് മോർണിംഗ് ശ്രീ പോൾ തോമസ്. ആഗോള വിപണിയിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് പ്രകടമാണ്. അതിന്റെ ഒരു പിന്തുടർച്ചയൊന്നാണോ ഇന്ത്യയിൽ ഇന്നത്തെ ഓഹരി വിപണിയിലെ ഒരു വളർച്ച? ഗുഡ് മോർണിംഗ്. ഇന്നിപ്പം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ാണ് ഓപ്പൺ ചെയ്തത്. 22,000 അടുത്താണ് ഓപ്പൺ ചെയ്തത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് ഇതിനെ കരുതാം. മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണർവിന്റെ പാതയിൽ തന്നെയായിരുന്നു. കാരണം മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മാർക്കറ്റിന്റെ അണ്ടർടോൺ ബുള്ളിഷ് തന്നെയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഓരോ സെല്ലിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിലും അത് ഒരു ദിവസത്തിൽ അല്ല 2 ദിവസത്തിൽ പോലും നിൽക്കുന്നില്ല. അതുകൊണ്ട് മാർക്കറ്റ് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഇന്നിപ്പം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്തു. താഴോട്ട് പോയാലും 21,875, 900 ഒക്കെ നല്ല സപ്പോർട്ടായിട്ട് ഇന്ന് ആക്ട് ചെയ്യും. മുകളിലേക്ക് പോകുന്ന വർഷം 22,100, 125 ഇന്നത്തെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. അതിന് പ്രധാനമായിട്ട് കാരണം 22,125 എന്ന് പറയുന്ന 2 പ്രാവശ്യം ഓൾ ടൈം ഹൈ ആയിട്ട് വന്ന് താഴെ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും ആ ലെവലിൽ വരുമ്പോൾ വീണ്ടും 22,100 അടുത്ത് വരുമ്പോൾ വീണ്ടും മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് വരും. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ ഇന്നത്തെ ട്രെൻഡ് കണ്ടെടുത്തോളം അടുത്ത ആഴ്ച ആ ലെവലും കട്ട് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് മാർക്കറ്റിൽ കാണുന്നത്. നന്ദി ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും മാർക്കറ്റ് വളരെ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ്. സൂചികകൾ വൻ റെക്കോർഡ് ഭേദിക്കുമെന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെൽ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ബാക്ക് ടു SKN.